സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചർച്ച തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. സമസ്തയെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മന്ത്രി ആരോപിച്ചു. തുടർ നടപടികൾ ആലോചിക്കാൻ ഇന്ന് സമസ്ത കോഴിക്കോട് യോഗം ചേരും. അതായത് ചർച്ചകൾ തുടരുകയാണ്. അതായത് സംസ്ഥയുടെ അവരുടെ ഉന്നത ഭാരവാഹികളുമായി ഞാനിന്ന് കണ്ണൂർ വന്നതിന് ശേഷം സംസാരിച്ചു. ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്നും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെൻറ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കാഡമിക്കായിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുമായൊരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജഫ്രി തങ്ങളുമായിട്ട് സംസാരിച്ചു. അവരുമായുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച. സലാം പി മുഹമ്മദ് വിരളുമായി കോഴിക്കോട്. സലാം, ഈ സമസ്ത ഈ സ്കൂൾ സമയമാറ്റത്തിൽ എന്ത് കാര്യത്തിലാണ് എതിർപ്പ് ഉയർത്തുന്നത്? മന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ സമസ്ത യോഗത്തിൽ തീരുമാനം എന്താണ്? സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനമെടുത്ത ഉടൻ തന്നെ സമസ്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ കാന്തൂർ വിഭാഗവും മറ്റു മുസ്ലിം സംഘടനകളിലും സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനോട് എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ചർച്ചയില്ലെന്ന് പറഞ്ഞ് മന്ത്രി തന്നെ രംഗത്തെത്തിയത്. അതോടുകൂടിയാണ് സമസ്ത നിലപാട് കർശനമാക്കിയത്. ഒരു ശക്തമായ നിലപാടിലേക്ക് തന്നെ സമസ്ത കടക്കുകയും ചെയ്തു. അതിൽ സമരം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ചയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനത്തെ അംഗീകരിക്കാനാകില്ല. കൂടാതെ മുഖ്യമന്ത്രിയോടാണ് തങ്ങൾ വിഷയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിദേശത്ത് മടങ്ങിയെത്തിയ ശേഷം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയ സാഹചര്യമുണ്ടായി. അതിനൊടുവിലാണ് ഇപ്പോൾ സമസ്തയുമായി അടുത്ത ആഴ്ച ചർച്ച നടക്കുമെന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ജിഫ്രി തങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഏതായാലും ഈ ചർച്ചയിൽ തീരുമാനം മാറ്റാനല്ല, മറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഈ ചർച്ച എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി സമസ്ത എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം തീരുമാനം മാറ്റണമെന്ന ഒരു ആവശ്യം തന്നെയാണ് സമസ്ത ആദ്യഘട്ടത്തിൽ ഉയർത്തിയത്. പിന്നാലെ ജിഫ്രി തങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാടുമായി രംഗത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിലപാട് മാറ്റമില്ല, പകരം ഈ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സമസ്ത എടുക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇന്ന് സമസ്തയുടെ ഏകോപന സമിതി യോഗം രാവിലെ 11 മണിക്ക് ഇന്ന് സുപ്രഭാതം ഓഫീസിൽ വെച്ച് സംസ്ഥയുടെ ഓഫീസിൽ വെച്ച് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരുപക്ഷെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. തുടർ നടപടികൾ, അതായത് ചർച്ചയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത നേരത്തെ തന്നെ ഈ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രക്ഷോഭ തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സമസ്തയുടെ പോഷക സംഘടനകൾ എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ചർച്ച പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്ത് നിലപാട് സമസ്ത എടുക്കുമെന്നുള്ളതാണ് ഇന്ന് നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷേ ഈ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി സലാം.